എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കല് കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഒരു സഹവാസ ക്യാമ്പ് നടക്കുകയായിരുന്നു. 3 ദിവസത്തെ സഹവാസ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 3 ദിനങ്ങളും ഒത്തിരി പ്രവർത്തനങ്ങളും ഒരുപാട് നല്ല മനോഹരമായ കാര്യങ്ങളും കലാപരിപാടികളും മറ്റു കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ 3ാമത്തെ ദിനം അവരുടെ അവസാനത്തെ ദിവസത്തെ 3ാം ദിവസത്തെ രാത്രിയില് അവരെല്ലാവരും ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിങ്ങനെ ഒരുമിച്ച് ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ക്യാമ്പ് ലീഡ് ചെയ്തിരുന്ന ആ വ്യക്തി അദ്ദേഹം അവരോടായി ഇങ്ങനെ പറഞ്ഞു, ഈ 3 ദിവസത്തെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം, അതിനുള്ള അവസരമാണത്. അപ്പോ ഇവര് മാറി മാറി വന്നിട്ട് അന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ പലതും പറഞ്ഞു. ചിലര് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു, അവർക്കുണ്ടായ സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞു, കിട്ടിയ പുതിയ സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞതിനിടയിൽ ഒരു പെൺകുട്ടി മുന്നിലേക്ക് കയറി വന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ 3 ദിവസത്തെ ക്യാമ്പ് എന്നെ വേദനിപ്പിക്കുന്ന ഒപ്പം തന്നെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില ദുഃഖകരമായ നിമിഷങ്ങൾ നൽകിക്കൊണ്ടാ എന്നെ യാത്രയാക്കുന്നത്. ഇത് കേട്ടപ്പോ എല്ലാവരും വ്യത്യസ്തമായ ഒരു മറുപടിയാ ക്യാമ്പ് നടത്തിയിരുന്ന വ്യക്തിക്ക് കിട്ടിയത്. അപ്പൊ അദ്ദേഹം അവളോട് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് നിന്നെ വേദനിപ്പിച്ചത്? ഉടനെ അവൾ പറഞ്ഞു, ഇവിടെ നമുക്ക് ടാസ്കുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഓരോരോ ടാസ്കുകൾ നൽകിയിട്ടുണ്ടായിരുന്നു, ഓരോ ദിവസം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിനിടയിൽ താനും ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയും തമ്മിലൊരു വാക്കുതർക്കം വന്നു. ഉടനെ തന്നെ എന്റെ കൂട്ടുകാരിയായ മറ്റേ പെൺകുട്ടി ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ദേഷ്യത്തിൽ, നീ ഒരു കാക്കക്കറുമ്പിയാണ്, നിന്നെ കാണാൻ ഒട്ടും അഴകില്ല, കറുപ്പുള്ളവളാണ്, മാത്രമല്ല നിനക്കൊരു കഴിവുമില്ല, ഈ ഗ്രൂപ്പിൽ നിന്നെ കൊണ്ടൊരു ഗുണവുമില്ല, നീ പക്ക വേസ്റ്റ് ആണ്, നിന്നെ പോലെ ഒരാളെ ഗ്രൂപ്പിൽ കിട്ടിയിട്ട് എന്താ കാര്യം, നിന്റെ ജീവിതം കൊണ്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവളെ പൂർണ്ണമായും നാണം കെടുത്തുന്ന രീതിയിലുള്ള ചില വാക്കുകളാണ് തന്റെ കൂട്ടുകാരിയുടെ വായിൽ നിന്ന് വന്നത്. അവള് പറഞ്ഞു, ഇതോടുകൂടി ഇനി എനിക്ക് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കണ്ട എന്ന് തോന്നി, മാത്രമല്ല സുഹൃത്തുക്കളിൽ നിന്ന് വെലിയാനുള്ള ഒരു ആഗ്രഹമാണ് എന്റെ ഉള്ളിൽ നിൽക്കുന്നത്, സുഹൃത്ത് ബന്ധങ്ങളോട് പോലും എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. ഉടനെ ക്യാമ്പ് ലീഡ് ചെയ്തിരുന്ന ആ വ്യക്തി അവളോട് തന്നെ പറഞ്ഞു, വരൂ, നീ പോയിട്ട് നിന്റെ ബാത്റൂമിൽ അവിടെ ഭാഗത്ത് പോയിട്ട് നീ അവിടെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ, ഒരു ടൂത്ത് പേസ്റ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവള് പോയി ഒരു ടൂത്ത് പേസ്റ്റ് കൊണ്ടുവന്നു. എന്നിട്ട് അതിലുണ്ടായിരുന്ന പേസ്റ്റ് പുറത്തേക്ക് സ്ക്വീസ് ചെയ്യാൻ പറഞ്ഞു. അവള് പാതിയോളം സ്ക്വീസ് ചെയ്തു, പേസ്റ്റ് മുഴുവൻ പുറത്തേക്ക് പോയി. അതിനുശേഷം അവളോട് അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യൂ, പുറത്തേക്ക് വന്ന പേസ്റ്റ് അകത്തേക്ക് തിരികെ കയറ്റിക്കോളൂ. അവൾ എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല. വീണ്ടും അവൾ പറഞ്ഞു, നീ വീണ്ടും പേസ്റ്റ് പുറത്തേക്ക് വീണ്ടും സ്ക്വീസ് ചെയ്ത് നോക്കൂ. അവൾ വീണ്ടും പ്രസ് ചെയ്തു, പേസ്റ്റ് പുറത്തേക്ക് വരുന്നു, പക്ഷെ അകത്തേക്ക് കയറ്റാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം ചുറ്റുമിരുന്ന ക്യാമ്പിൽ പങ്കെടുത്ത പെൺകുട്ടികളോടായി പറഞ്ഞു, നോക്കൂ, ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്ന വാക്കും, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ പലപ്പോഴും ഇങ്ങനെയാണ്. പുറത്തേക്ക് വന്ന ചില വാക്കുകളെ ഉള്ളിലേക്ക് തിരിച്ചെടുക്കാനായി സാധിക്കില്ല. ഏതോ ഒരു സിനിമയിൽ, അല്ല 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത കഥാപാത്രങ്ങൾ പറയുന്നുണ്ട്, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല. അതെ, നമ്മൾ പറഞ്ഞു പോയ വാക്കുകൾ ചിലപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. ആയതിനാൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത്രമാത്രം നന്നായി ആലോചിച്ചിട്ട് വേണം പറയാനായിട്ട്. ഞാൻ പറയുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവനെ ഹനിക്കുന്ന രീതിയിൽ, മറ്റുള്ളവനെ തരം താഴ്ത്തുന്ന രീതിയിൽ, അവനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ആകരുത് എന്റെ ഭാഗത്തു നിന്ന്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്. ഇങ്ങനെ പറയുമ്പോൾ ഒന്നിനെയും വിമർശിക്കരുതെന്നല്ല, സമൂഹത്തിൽ തെറ്റുകൾ കാണുമ്പോൾ, ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിലിടപെടണം, വിമർശിക്കണം. പക്ഷേ നിന്റെ വിമർശനം എന്ന് പറയുന്നത് സമൂഹത്തിൽ കറക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും തെറ്റുകളെ തിരുത്താനുമായിരിക്കണം നിന്റെ ശബ്ദം. അല്ലാതെ ഒരു വ്യക്തിയെ ഹനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, ഒരു വ്യക്തിയെ ഇല്ലാതാക്കുക, അവനെ മാനഹാനി വരുത്തുക എന്ന ലക്ഷ്യത്തിലേക്കാകരുത് നിന്റെ വാക്കുകൾ. പകരം സമൂഹത്തെ കറക്റ്റ് ചെയ്യാൻ നിനക്ക് വിമർശിക്കാം. വിമർശനം ആവശ്യമാണ്. നമ്മുടെ നാക്കുകൾ കൊണ്ട് നന്മ വിതച്ചുകൊണ്ട് നന്മ കൊയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.